നമസ്കാരം. ഇറാനിൽ അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തി ഇസ്രായേൽ വ്യോമസേന വിമാനങ്ങൾ. ഇറാനിലെ പരമോന്നത മത നേതാവായിരുന്ന അയതൊള്ള അലി ഖമേനിയുടെ സുരക്ഷയ്ക്കായി തയ്യാറാക്കിയിരുന്ന എല്ലാ ബങ്കറുകളും ഇസ്രായേൽ പോർ വിമാനങ്ങൾ തകർത്ത് തരിപ്പണമാക്കി. ഏതാണ്ട് 50ഓളം യുദ്ധവിമാനങ്ങളാണ് ഈ ബങ്കറുകൾ ആക്രമിക്കാനായി എത്തിയത്. 100ഓളം ബോംബുകളുടെ വർഷിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഖമേനി ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹം പല സമയങ്ങളിലും ഈ ബങ്കറിനുള്ളിൽ ഒളിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഖമേനി വധിക്കുന്ന സമയത്ത് ഈ ബങ്കറിൽ നിന്ന് പുറത്തു വന്ന് അവിടെയുള്ള തൻ്റെ കെട്ടിട സമുച്ചയത്തിൽ, അതായത് താമസിക്കുന്ന സ്ഥലത്ത് തന്നെ യോഗം കൂടുന്നതിനിടയിലാണ് ഖമേനിക്ക് നേർക്ക് ആക്രമണം നടന്നത്. അതായത് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ അവകാശപ്പെടുന്നത് ഇക്കാര്യത്തിൽ തങ്ങൾ വലിയ തോതിലുള്ള നേട്ടം കൈവരിച്ചു എന്നാണ്. നേരത്തെ ഖമേനി മാത്രമല്ല, ഇറാനിലെ ഉന്നതരായ ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും ഒക്കെ തന്നെ ഈ ബങ്കറുകൾക്കുള്ളിൽ യുദ്ധം ആരംഭിക്കാൻ സാധ്യതയുള്ളപ്പോഴൊക്കെ തന്നെ ഒളിച്ചിരിക്കുകയായിരുന്നു എന്നാണ്. ഖമേനി കൊല്ലപ്പെട്ടതിന് ശേഷവും ഇറാനിലെ ഉന്നതരായ പല ഉദ്യോഗസ്ഥന്മാരും ഈ ബങ്കറിനുള്ളിൽ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അവരിൽ എത്ര പേർ കൊല്ലപ്പെട്ടു എന്നുള്ളത് സംബന്ധിച്ചുള്ള വിശദവിവരങ്ങളൊന്നും തന്നെ ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല. ഏതായാലും ഇത് സംബന്ധിച്ച് വിശദാംശങ്ങൾ ഉടൻ തന്നെ പുറത്തുവിടുമെന്നാണ് ഇറാൻ സൈനിക വൃത്തങ്ങൾ അറിയിക്കുന്നത്. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ ഇറാൻ കീഴടങ്ങിയാൽ മാത്രമേ യുദ്ധം അവസാനിപ്പിക്കുകയുള്ളൂ എന്നുള്ളൊരു പ്രഖ്യാപനം കൂടി ഇപ്പോൾ നടത്തിയ സാഹചര്യത്തിൽ ഇസ്രായേൽ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇറാൻ്റെ സൈനിക ശേഷി പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യവും. ഇറാൻ്റെ കൈവശം ഉണ്ടായിരുന്ന മിസൈൽ ലോഞ്ചറുകളിൽ ഏതാണ്ട് 200ഓളം എണ്ണം ഇതിനോടകം തന്നെ ഇസ്രായേൽ സൈന്യം നശിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത്. എങ്കിൽ പോലും ഇനിയും 100ലധികം മിസൈൽ ലോഞ്ചറുകൾ അവരുടെ കൈവശമുണ്ട് എന്നാണ് ഇസ്രായേൽ കണക്കൂട്ടുന്നത്. അതുകൂടി തകർക്കുക എന്നുള്ളതാണ് അവർ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഇറാനിലെ ഭരണകൂടത്തിൻ്റെ ആസ്ഥാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന കെട്ടിടങ്ങൾക്ക് തൊട്ട് താഴെ തന്നെയായിരുന്നു ഈ ബങ്കറുകളെല്ലാം തന്നെ സ്ഥിതി ചെയ്തിരുന്നത്. എത്രയോ ഏക്കറുകളോളം വ്യാപിച്ച് കിടക്കുന്നതായിരുന്നു ഈ ബങ്കറുകൾ എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി തന്നെ ഈ ബങ്കറുകളെക്കുറിച്ചുള്ള എല്ലാ മാപ്പിംഗ് അവർ നേരത്തെ തന്നെ നടത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് കൃത്യമായ തോതിലുള്ള ആക്രമണം അവിടെ നടത്താൻ സാധിച്ചു എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത്. ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് വളരെ നേരത്തെ തന്നെ അവിടെ ടെഹ്റാനിൽ വലിയ വിപുലമായ തോതിലുള്ള ചാരപ്രവർത്തനമാണ് നടത്തിയിരുന്നത്. അവിടുത്തെ പ്രധാനപ്പെട്ട ട്രാഫിക് സിഗ്നലുകളും മൊബൈൽ ടവറുകളും എല്ലാം തന്നെ അവർ ഹാക്ക് ചെയ്യുകയും അവിടെ നിന്ന് പരമാവധി വിവരങ്ങൾ ചോർത്തിയെടുക്കുകയും അങ്ങനെ ഇറാനിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അവരുടെ ഓരോ ദിവസം ദിനചര്യ പോലും വളരെ കൃത്യമായി ഇസ്രായേലിൽ മനസ്സിലാക്കിയെടുക്കാൻ ഈ ഒരു സംവിധാനത്തിലൂടെ അവർക്ക് കഴിഞ്ഞിരുന്നു. അങ്ങനെ നടത്തിയ ആ നിരീക്ഷണങ്ങളിലാണ് ഇത്തരത്തിലുള്ള ബങ്കറുകൾ നിരവധിയായി ഇവിടെ ഉള്ളതായി അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ ബങ്കറുകൾക്കുള്ളിൽ തന്നെയാണ് ഖമേനി ഉണ്ടായിരുന്നതെന്നാണ് അവർക്ക് ലഭിച്ച വിശ്വസനീയമായ വിവരവും. ഉന്നതതല കൗൺസിൽ യോഗം ചേരുന്നതിന് വേണ്ടി ഖമേനി ഇവിടെ നിന്ന് പുറത്തേക്ക് വന്നത്. ഇന്നലെ ഇസ്രായേൽ നടത്തിയ ആക്രമണം അതിശക്തമായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഇവർ നടത്തിയ ബോംബാക്രമണത്തിലും മിസൈൽ ആക്രമണത്തിലും ഒക്കെ തന്നെ ആ മേഖലയിലുണ്ടായിരുന്ന കെട്ടിടങ്ങൾ പലതും വിറച്ചു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. മാത്രമല്ല വളരെ പ്രിസിഷൻ അറ്റാക്കാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇസ്രായേൽ സാധാരണക്കാരായ മനുഷ്യരെ ഒരിക്കലും ബാധിക്കാത്ത രീതിയിൽ ഇറാൻ്റെ വളരെ സുപ്രധാനമായ ഓഫീസുകളും സമുച്ചയങ്ങളൊക്കെ തന്നെ സ്ഥിതി ചെയ്യുന്ന കെട്ടിടങ്ങളാണ് പ്രധാനമായി ഇവർ ആക്രമിച്ചത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ആളുകൾക്കൊന്നും തന്നെ ഇവിടെ ജീവഹാനി ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം ആരൊക്കെയാണ് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ ഇനിയും പുറത്തുവിട്ടില്ല. ഒരുപക്ഷെ ഇറാൻ സൈന്യത്തിലെ വളരെ ഉന്നതരായ പലരും ആദ്യഘട്ടത്തിൽ തന്നെ കൊല്ലപ്പെട്ടിരുന്നു. അവശേഷിക്കുന്നവരും ഒരുപക്ഷെ ഇന്നലെ നടന്ന ഈ ഒരു മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കാം എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. അസ്ഗർ ഹിജാസി എന്ന ആക്ടിംഗ് ചീഫ് ഓഫ് സ്റ്റാഫിൻ്റെ കെട്ടിടം ലക്ഷ്യമിട്ട് തന്നെയാണ് ഇന്നലെ പ്രധാനമായൊരു ആക്രമണം നടന്നത് എന്നാണ് കരുതപ്പെടുന്നത്. ഇയാൾ അയതൊള്ള അലി ഖമേനിയുടെ ഏറ്റവും വിശ്വസ്തരായ അനുയായികളിൽ ഒരാളായിരുന്നു. ഹിജാസി വഴിയാണ് പലപ്പോഴും പരമോന്നത നേതാവായിരുന്ന അയതൊള്ള അലി ഖമേനി സന്ദേശങ്ങൾ കൈമാറിയിരുന്നത് എന്നും പല കാര്യങ്ങളിലും അന്തിമ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ഹിജാസിയുമായി ഖമേനി ചർച്ച നടത്തുമായിരുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇയാളെ വധിക്കാൻ നേരത്തെ പലതവണ ഇസ്രായേൽ ശ്രമിച്ചിരുന്നുവെങ്കിലും അന്നൊന്നും തന്നെ ഹിജാസിയെ വധിക്കാൻ കഴിഞ്ഞിരുന്നില്ല.